ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്വപ്നത്തെക്കുറിച്ചാണ്. ഡ്രീംസ് അഥവാ സ്വപ്നങ്ങൾ. സ്വപ്നം കാണാത്തവരായി ആരുമില്ല. ലോകത്തുള്ള എല്ലാ മനുഷ്യരും സ്വപ്നം കാണാറുണ്ട്. സ്വപ്നത്തിന് അങ്ങനെ പ്രായ വ്യത്യാസമോ അതുപോലെ തന്നെ പണക്കാരെന്നോ പാവങ്ങളെന്നോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും സ്വപ്നം കാണാറുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ സ്വപ്നം കാണാറുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ടില്ലേ, ഉറക്കത്തിൽ ഇങ്ങനെ അവർ പല എക്സ്പ്രഷൻസ്, കരയുന്നു, ചിരിക്കുന്നു, അങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ സ്വപ്നം എല്ലാവരും കാണാറുണ്ട്. പക്ഷേ എന്താണ് സ്വപ്നമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും കുഞ്ഞുനാളിലെ ആലോചിക്കാറുണ്ടായിരുന്നു, എന്താണ് ഈ സ്വപ്നം, എങ്ങനെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്, തലച്ചോറിൽ എന്ത് പ്രക്രിയ നടക്കുമ്പോഴാണ് സ്വപ്നം കാണാറുള്ളത്, അതുപോലെ ഈ സ്വപ്നത്തിന് ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ട്. ഇപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട്, ഈ ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ വെച്ച് ഈ സ്വപ്നങ്ങളെല്ലാം ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് കാണാനും കേൾക്കാനും സാധിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ. ശ്രീനിവാസ രാമാനുജനെ പോലെയുള്ള ഗവേഷകർക്ക് അവരുടെ സ്വപ്നങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ അതേപോലെ പകർത്തി ലോക പ്രശസ്തി ആർജിച്ചവരാണ്. അതുപോലെ ഒരുപാട് ഗവേഷകരുണ്ട് അവരുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയവർ. സ്വപ്നം ഉറക്കത്തിനും ഉണർവിനും ഇടയിലുള്ള ഒരു ചെറിയ യാത്രയായി നമുക്ക് കണക്കാക്കാം. ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ചിന്തയെ നമ്മുടെ മനസ്സ് പിന്തുടരുന്നു. അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും മനസ്സ് ശരീരവും പിന്തുടരാതെയും ചെയ്യുമ്പോൾ അറിയാതെ തളർച്ച ശരീരത്തിലേക്ക് വരുന്നു. അപ്പോൾ ആ തളർച്ച ഒരു മയക്കത്തിലേക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ടെത്തിക്കുന്നു. ഈ കാരണത്താൽ പിന്തുടരുന്ന ചിന്തകളെ പൂർണ്ണമാക്കാൻ ശരീരത്തിന് സഹായമില്ലാതെ മനസ്സ് ഒറ്റയ്ക്ക് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പരിമിത ഫലമാണ് സ്വപ്നം എന്ന് ചില ഗവേഷകർ പറയാറുണ്ട്. സാധാരണ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് സ്വപ്നങ്ങൾ നീണ്ടു നിൽക്കുന്നത്. മണിക്കൂറുകൾ സ്വപ്നങ്ങൾ അങ്ങനെ നീണ്ടു നിൽക്കാറില്ല. നല്ല സ്വപ്നങ്ങളുമുണ്ട്, മോശപ്പെട്ട സ്വപ്നങ്ങളുമുണ്ട്. മോശപ്പെട്ട സ്വപ്നങ്ങളെയാണ് നമ്മൾ ദുസ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. ദുസ്വപ്നങ്ങളൊക്കെ കണ്ട് നമ്മൾ ഞെട്ടി ഉണരാറുണ്ട് അല്ലേ? നമ്മുടെ ബന്ധുക്കളൊക്കെ മരിക്കുന്നതായിട്ടൊക്കെ കാണുമ്പോൾ അത് നമുക്ക് വല്ലാത്ത ആശങ്ക തോന്നാറുണ്ട്. നല്ല സ്വപ്നങ്ങൾ കാണുമ്പോൾ മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. ഉണരേണ്ടായിരുന്നു, അത് കുറെ കൂടെ കാണേണ്ടതായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് അല്ലേ? ചിലർ പറയാറുണ്ട് വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നങ്ങൾ അതേപോലെ നടക്കും എന്നൊക്കെ. പകൽ സമയത്ത് നമ്മൾ സ്വപ്നം കാണാറുണ്ട്, രാത്രി കാണാറുണ്ട്, വെളുപ്പാങ്കാലത്ത് കാണാറുണ്ട്. വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നങ്ങൾ നടക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് ഇന്നും പലർക്കും അറിയില്ല. ഗവേഷകർക്ക് പോലും വ്യക്തമാക്കാൻ കഴിയാത്ത പല പല കാര്യങ്ങളുണ്ട് അല്ലേ സ്വപ്നങ്ങളെക്കുറിച്ച് തന്നെ. ഞാൻ മിക്കവാറും സ്വപ്നത്തിൽ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നതായിട്ടൊക്കെ സ്വപ്നം കാണാറുണ്ട് കേട്ടോ. പാറി പറന്ന് നടക്കുന്നതായിട്ടൊക്കെ സ്വപ്നത്തിൽ കാണാറുണ്ട്. അപ്പോൾ ഉണർന്നു കഴിയുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം തോന്നാറുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ സ്വപ്നത്തിൽ നടത്തുമ്പോൾ ഒരു സന്തോഷം തോന്നുമല്ലോ. അപ്പോൾ ചിലർ പറയും ചില സ്വപ്നങ്ങൾ ദോഷമാണ്, ചില സ്വപ്നങ്ങൾ ഗുണമാണ്, നല്ലതാണ് എന്നൊക്കെ. ഇപ്പം ദോഷമായാലും ഗുണമായാലും നല്ല സ്വപ്നങ്ങൾ കാണുമ്പോൾ മനസ്സിന് നമുക്ക് സന്തോഷം തോന്നാറുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ മനസ്സിൻ്റെ വിചിത്രമായ സംഭവമാണ് സ്വപ്നം. അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം. പകൽ സമയത്തിരുന്ന് കാണുന്ന സ്വപ്നങ്ങളുണ്ട് അല്ലേ? അപ്പോൾ അത് ചിലർ പറയും പകൽ സമയത്ത് കാണുന്ന സ്വപ്നങ്ങളൊന്നും നടക്കാറില്ല, വെളുപ്പാങ്കാലത്ത് കാണുന്നതാണ് നടക്കാറുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് എന്താണ് അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ പൊരുൾ എന്താണെന്ന് നമുക്ക് ഇന്നും മനസ്സിലാവുന്നില്ല. ഉറക്കത്തിൽ ഉണ്ടാകുന്ന ചിന്തകളുടെയോ വികാരങ്ങളുടെയോ ചിത്രങ്ങളുടെയോ ഒരു സീരിയസ്നെയാണ് ഡ്രീംസ് അഥവാ സ്വപ്നം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇന്നും ശാസ്ത്രജ്ഞന്മാർക്ക് പോലും ഒരുപാട് ഗവേഷകന്മാർക്ക് പോലും ഇന്നും സ്വപ്നം എന്താണ്, യഥാർത്ഥത്തിൽ സ്വപ്നത്തിൻ്റെ ഉള്ളിലുള്ള സ്വപ്നത്തിനുള്ളിലുള്ള ഗുട്ടൻസ് എന്താണ് എന്ന് ഇന്നും ഗവേഷകർക്ക് പോലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ശാസ്ത്രത്തിന് പോലും പിടികിട്ടാത്ത ഒന്നാണ് സ്വപ്നം എന്ന് നമുക്ക് പറയാം.